ഹല്ലേലൂയ. ഈ കൊല്ലത്തെ നമ്മളുടെ ഈ സഭയ്ക്കുള്ള ദൂത് എന്താണ്? What is the word of the Lord for you and for all of us here for this year? The word of the Lord for our church for this year is from the book of Colossians chapter 1 verse 27. It says, Christ in me is a hope of glory. യേശു ക്രിസ്തു എന്നിലുള്ളതാണ് എൻ്റെ മഹത്വത്തിനുള്ള പ്രത്യാശ. Are you with me? ഹലോ, ഇതുമാണ്. കാരണം നമ്മൾ ആ വചനം വായിക്കുകയാണെങ്കിൽ ആ 20 വായിച്ചേ. അതിനകത്ത് ദൈവത്തിൻ്റെ ആ വലിയൊരു എന്നാ പറയുന്നത് ഒരു രഹസ്യമുണ്ട്, മർമ്മമുണ്ട്. ആ മർമ്മമാണ് യേശു ക്രിസ്തു എന്നിലുള്ളതാണ് എൻ്റെ മഹത്വത്തിനുള്ള പ്രത്യാശ. That is a secret that the Lord wants to reveal to you and to me. That if you have Jesus Christ in you, you and I have a right to hope for the glory of God to manifest in your life. യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കുമുണ്ടെന്ന്. അതാണ് ഇറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ. എന്ന് വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്താണെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു തന്നെ പറയുകയാണ്, ദിസ് ഇസ് എ മിസ്റ്ററി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ആകെ എനിക്ക് മനസ്സിലാക്കേണ്ട ആ സത്യം ഇതാണ്: യേശു ക്രിസ്തു എന്നിലുണ്ട്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവൻ്റെ നാമം ദൈവവചനമാണെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നിലുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ മഹിമ വെളിപ്പെടും. അതാണ് യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാം വചനം പറയുന്നത്. The word became flesh and dwelt amongst us and we beheld the glory of the word. വചനം മാംസമായി നമ്മുടെ മധ്യേ വസിക്കുകയും ആ വചനത്തിൻ്റെ മഹിമ നമ്മൾ ദർശിച്ചു. The glory, അതാ പറയുന്നത്, Christ in me is a hope of glory. ഒരു ആമേൻ പറയാമോ? That is the word of the Lord for you and for me for this year. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഹോപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും പ്രത്യാശ എന്ന് പറയുമ്പോൾ എൻ്റെ മാനസിക അവസ്ഥ എന്താണ്? ഒരു ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴല്ലേ ഞാൻ ഹോപ്പ് ചെയ്യേണ്ടത്, അല്ലേ? എനിക്ക് അസുഖമായിരിക്കുമ്പോഴാണ് ഞാൻ പ്രത്യാശിക്കേണ്ടത് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന്, അല്ലേ? അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രത്യാശ വരേണ്ടത് എനിക്ക് ഒരു സമ്പത്ത് കിട്ടുമെന്ന്. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ഒരു മോശമായ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രത്യാശ വേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഒരു കുഴപ്പവുമില്ല, എനിക്ക് എല്ലാ മേഖലയിലും എനിക്ക് സമ്പന്നനാണെങ്കിൽ പിന്നെ എന്തിനാ പ്രത്യാശ വേണ്ടത്? എല്ലാം നേടിയിരിക്കുകയല്ലേ. ഐ വിത്ത് മീ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ എന്തായിക്കോട്ടെ, പക്ഷേ ആ സാഹചര്യത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ടാണ് ഹെബ്രായർ ലേഖനം 11-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനമാണ്. ഇറ്റ് ഇസ് ടാഞ്ചിബിൾ, അല്ലേ? ഹലോ, സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് യു ക്യാൻ ടച്ച്, ഫീൽ ഇറ്റ്. സോ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ് ഓഫ് ദ തിങ്സ് ഹോപ്ഡ് ഫോർ. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, അത് കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശയാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത് പറയുന്നത് ഇസ് ദ എവിഡൻസ് ഓഫ് ദ തിങ്സ് നോട്ട് സീൻ. തിങ്സ് എന്ന് പറയുന്നത് വസ്തുക്കളെയാ തിങ്സ് എന്ന് വിളിക്കുന്നത്. ഹലോ, അതൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് അല്ല. ഇറ്റ് ഇസ് തിങ്സ്. ഇറ്റ് സേസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ എവിഡൻസ് എന്താ പറയുന്നത്? ഉറപ്പ്. യെസ്, ഇറ്റ് ഇസ് ദ എവിഡൻസ് ഓഫ് ദ തിങ്സ് ദാറ്റ് ഐ ഹാവ് നോട്ട് സീൻ ബട്ട് ഐ നോ ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ് ഇസ് ദെയർ. ദാറ്റ് ഇസ് ഫെയ്ത്ത്. സോ ഒന്ന് വായിച്ചു മലയാളത്തിൽ. വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രത്യാശ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോ കുറവുണ്ട്, എനിക്ക് എന്തോ ഇല്ല, എനിക്കെന്തോ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അത് മറികടന്നിട്ട് ഒരു നല്ല ഇതിലേക്ക് ഞാൻ പോകുമെന്നുള്ള ആ ചിന്തയാണ് പ്രത്യാശ. അയ്യുന്നീ, ആ പ്രത്യാശ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം വേണം.
അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പലപ്പോഴും എന്നാ നല്ല രസമാണ് കേൾക്കാനായിട്ട് വചനങ്ങൾ. എന്താണ്? ഓ, ഈ കൊല്ലം ഇത് അഭിവൃദ്ധിയുടെ കൊല്ലമാണ്, നിങ്ങൾ എന്തിട്ടാലും 100 മേനി കൊയ്യും, മറ്റേതാ മറിച്ചാന്നൊക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിന് ഫലമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രത്യാശ എന്ന് പറയുന്നത് എനിക്കെന്തോ കുറവുണ്ട്, ആ കുറവ് ദൈവം നികത്തി തരുമെന്നുള്ള പ്രത്യാശയാണ്. അങ്ങനെയുള്ളതിനാണ് ഹബക്കുക്കിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട് ഒരു പ്രത്യാശയെക്കുറിച്ച്, ഒരു സാഹചര്യത്തെക്കുറിച്ച്. സഹോദര, നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഈ വചനവുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. ഹലോ, എനിക്ക് നിങ്ങൾക്കും ഒരു പൂർണ്ണതയിലോ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് എന്തോ ഫുൾനെസ്സിലോട്ട് നമ്മൾ വന്നിട്ടില്ല. പല മേഖലയിലും നമുക്ക് പരാജയങ്ങളുണ്ട്, പല മേഖലയിലും കുറവുകളുണ്ട്. അങ്ങനത്തെ ഒരു കുറവിനെ അല്ലെങ്കിൽ പരാജയത്തെക്കുറിച്ചാണ് ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നത്. സ്വന്തം വായിക്കാവോ? അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ആമേൻ. മതി. അങ്ങനെ ചില അവസ്ഥകളുണ്ട്. നമ്മൾ ചെയ്തിട്ട് ഓരോ കാര്യം ചെയ്തിട്ടും അതിന് ഫലം കാണാൻ പറ്റുന്നില്ല. അല്ല, ഫലമുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമുക്കറിയാമല്ലോ, ഗീഡിയോൻ ഇരുന്ന് എവിടെയായിരുന്നു? മുന്തിരി ചക്കിനുള്ളിലായിരുന്നു ഗോതമ്പ് മെതിച്ചത്. എന്താണ്? കാരണം മീഡിയനൈസ് എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ജനത്തെ വന്ന് ഉപദ്രവിച്ച് അവർ എന്നാ പറയുന്നത്, ഗോതമ്പ് കൊയ്യാൻ സമയമാകുമ്പോൾ അവർ വന്നിട്ട് അത് നശിപ്പിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ നട്ടു, ഗോതമ്പ് വിളഞ്ഞു, അത് കായ്ച്ച്, അത് കൊയ്യാൻ സമയമായി, പക്ഷേ അവർക്ക് കൊയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സഹോദര, നമ്മളുടെ മധ്യേ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പല മേഖലകളിലും ഇങ്ങനത്തെ അവസ്ഥകളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയുള്ള വ്യക്തികളുണ്ടോ ഇവിടെ? ഹല്ലേലൂയ. പല മേഖലകളിലും നമ്മൾക്ക് അർഹിക്കുന്നത് നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലം 100% എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ആ വചനം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് താരതമ്യപ്പെട്ട് ഒരു സിമിലർ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം പലപ്പോഴും ദൈവത്തിൻ്റെ ഒരു ക്രോധമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ഒരു ജീവിതം നയിച്ച ആ ജനതകൾക്ക് അന്ന് ദൈവം അയച്ച ഒരു താക്കീതാണ്. എന്തുകൊണ്ട്? അവരെ നശിപ്പിക്കാനായിട്ടല്ല, അവരെ തിരിച്ച് ആ ദൈവം ആരാണെന്നും ആ വീണ്ടെടുക്കുന്ന ദൈവമാണെന്നും സ്നേഹിക്കുന്ന ദൈവമാണെന്നും അവർക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇന്ന് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കുറവുകളുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവം അറിയാതെ അത് സംഭവിക്കുകയില്ല. ഐ വിത്ത് മീ? ദൈവം അറിയാതെ ഒരു എന്നാ പറയുന്നത്, നിൻ്റെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ, നിൻ്റെ തലയിലെ ഒരു മുടി പോലും പോവുകയില്ല. കാരണം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അയച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള 8-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം നമ്മൾ വളരെ അത് വിശ്വസിക്കണം. അത് ഏറ്റെടുക്കുന്നത് അത് ദൈവത്തിൻ്റെ സത്യവചനമാണെന്ന് ഏറ്റെടുക്കണം. And we know that all things work together for the good of those who love God and those who are the called according to His purpose. നമുക്ക് റെസ്റ്റ് ഒന്ന് വായിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം പിന്നെ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ പറയാണ്, ആൻഡ് ദേ ഷാൽ ഈറ്റ്. ഇത് ഏത് പറയുന്നത്? ദൈവത്തിൻ്റെ ജനമല്ല, ശത്രു വന്നിട്ട് എന്താ ചെയ്യുന്നത്? ആൻഡ് ദേ ഷാൽ ഈറ്റ് യുവർ ഹാർവസ്റ്റ് ആൻഡ് യുവർ ബ്രെഡ് വിച്ച് യുവർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഷുഡ് ഈറ്റ്. ദേ ഷാൽ ഈറ്റ് അപ്പ് യുവർ ഫ്ലോക്സ് ആൻഡ് യുവർ ഹേർഡ്സ്. ദേ ഷാൽ ഈറ്റ് അപ്പ് യുവർ വൈൻസ് ആൻഡ് യുവർ ഫിഗ് ട്രീസ്. ദേ ഷാൽ ഡിസ്ട്രോയ് യുവർ ഫോർട്ടിഫൈഡ് സിറ്റീസ് ഇൻ വിച്ച് യു ട്രസ്റ്റ് വിത്ത് ദ സ്വോർഡ്. ഇത് നമ്മുടെ പല വ്യക്തികളുടെയും ജീവിതത്തിലാണ്. അവർക്ക് അർഹിക്കേണ്ടത് കിട്ടുന്നില്ല. അവർ എന്നാ പറയുന്നത്, പ്രയത്നിക്കുന്നതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ യു ഫൈൻഡ് ഔട്ട് ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ. വായിച്ചേ നമ്മൾ മനസ്സിലാക്കണം, പല വ്യക്തികളുടെയും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഒരു ദുരന്തത്തിൻ്റെ മോളിൽ വേറെ ദുരന്തം. ജോയൽ 1:4.
തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. തുള്ളൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി വന്ന് തിന്നു. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടില് തിന്നു. വിട്ടില് ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും നിങ്ങൾക്ക് വിജയമില്ല. ഐ എം നോട്ട് കണ്ടമിങ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇത് മനസ്സിലാക്കുക. കാരണം എന്നെ നിങ്ങളെ താങ്ങുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുടെ വചനത്താൽ ആണ് ഈ പ്രപഞ്ചം മുഴുവൻ താങ്ങുന്നത്. ആ പ്രപഞ്ചത്തിൽ ഞാനും നിങ്ങളും ഉണ്ട്. ഐ വിത്ത് മീ. അങ്ങനെ എന്നെ നിങ്ങളെ സംരക്ഷിക്കുന്ന, കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രീതി നമ്മുടെ കൂടെ ഉണ്ടാകുകയില്ല. ദ ഫേവർ ഓഫ് ഗോഡ് വിൽ നോട്ട് ബി വിത്ത് യു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. കാരണം എന്താണ്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ ദൈവത്തിൻ്റെ ക്രോധം കൊണ്ടാണ് പലപ്പോഴും. ഹലോ, സംടൈംസ് വചനം എപ്പോഴും പലപ്പോഴും എന്താണ്, അത് നല്ല സുഖിപ്പിക്കുന്ന വചനം. ഈ കൊല്ലം നിനക്ക് എന്ത് ചെയ്താലും നിനക്ക് സമ്പന്നനാകും, അങ്ങനെയാകും, ഇങ്ങനെയാകും. അങ്ങനെ സുഖിപ്പിക്കാനുള്ള വചനമല്ല. നമ്മൾക്ക് താക്കീത് ആദ്യം വേണം. താക്കീത് കിട്ടിയാൽ മാത്രമേ ദൈവത്തിലേക്ക് വരികയുള്ളൂ. ദൈവത്തിലേക്ക് വന്നാൽ മാത്രമേ ദൈവം അനുഗ്രഹിക്കുകയുള്ളൂ. ഐ വിത്ത് മീ? സോ വി നീഡ് ടു കം ബാക്ക്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഇൻ മീ ഈസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. അപ്പോൾ ആദ്യം നമ്മൾ ആ യേശുവിനെ ഉള്ളിലാക്കണം. ഹലോ, ആ യേശുവിനെ ഉള്ളിലാക്കിയാൽ മാത്രമേ ആ യേശുവിനെ മഹത്വം കാണുകയുള്ളൂ. അല്ല യേശു അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിലോ അല്ലെങ്കിൽ ഒരു പ്രതിമയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും മഹത്വം കാണുകയില്ല. മഹത്വം എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആലയമായിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് ആ ദൈവം എന്നിൽ നിങ്ങൾ വസിക്കുന്നത്. ആ ദൈവം എന്നിൽ നിങ്ങൾ വസിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ മഹിമ ഞാൻ ഒന്നും ചെയ്യാതെ അത് വെളിപ്പെടും. ഹല്ലേലൂയ. കാരണം നമ്മളറിയാം, ദൈവം നമ്മളെ അത്ര സ്നേഹിക്കുന്ന ദൈവമാണ്. കാരണം എന്ത് സംഭവിച്ചാലും ദൈവം ഒരിക്കൽ നമ്മുടെ മക്കൾ കുറ്റം ചെയ്യുകയല്ലേ? അല്ലയോ? നമ്മുടെ മക്കൾ എന്തുമാത്രം ഓരോരുത്തരുടെയും വ്യക്തിപരമായി നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ പുറത്ത് കാണിക്കുമ്പോൾ അവർ ഭയങ്കര നല്ല ആൾക്കാരാണ്. പക്ഷേ വ്യക്തിപരമായി വീട്ടിൽ വന്നിട്ട് ഹല്ലേലൂയ ചിലപ്പോൾ നമ്മൾ എന്തെല്ലാം അവരെക്കുറിച്ചും അങ്ങനെ അനുഭവമുള്ളവരുണ്ടോ? അവർ പുറത്ത് നല്ല സുന്ദര കൂട്ടരുമാരാ, ഹല്ലേലൂയ. പക്ഷേ വീട്ടിൽ വരുമ്പം അവരുടെ സ്വഭാവം മാറും. ഹല്ലേലൂയ. അത് പക്ഷേ നമ്മൾ അവരെ കൊണ്ട് വലിച്ചെറിഞ്ഞ് വേണമെങ്കിലും കൊണ്ട് കളയുമോ? ഇല്ല. എന്തുകൊണ്ട്? മക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനും നിങ്ങൾ എപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നുവോ, നമ്മൾ എത്ര ദൈവത്തെ എതിരായിട്ട് ചെയ്താലും പ്രവർത്തിച്ചാലും ആ ദൈവം നമ്മളെ കൈവിടുകയില്ല. ദൈവം നമ്മളെ ശാസിക്കും, ശിക്ഷിക്കും, പക്ഷേ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ദിസ് ഈസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. കാരണം എന്താണ്? നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സത്യമുണ്ട്. സഹോദര, നിങ്ങൾ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, പാപം വഴി നിങ്ങൾ ദൈവമായിട്ടൊരു ബന്ധം ഇല്ലെങ്കിലും, ഓൾ ദറ്റ് യു നീഡ് ഈസ് നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം. ആ ദൈവമേ, എനിക്ക് നിന്നെ ഒന്ന് അറിയണം, എനിക്ക് നിന്നെ വ്യക്തിപരമായി അറിയണം, എനിക്ക് എൻ്റെ ആലയം, എൻ്റെ ശരീരം നിൻ്റെ ആലയമായിട്ട് തരാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ ഒരു ദൂത് ദൈവം തരുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? എന്നാൽ ആ നാളിലും ഞാൻ നിങ്ങളെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. നമ്മൾ ഏതവസ്ഥയാണ്, ഞാൻ നിന്നെ, ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയുന്നത്? നെവർദലെസ് ഇൻ ദോസ് ഡേയ്സ് says the Lord, I will not make you complete end of you. Make a complete end of you. ഇതിനെ ഞാൻ നശിപ്പിച്ച് കളയുകയില്ല. കാരണം നമ്മളറിയാം, ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ നമ്മളെ ഓരോരുത്തരും ദൈവം വ്യക്തിപരമായി വിളിച്ചിട്ടുള്ളതാണ്. ആ വിളിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രശ്നത്തിലൂടെ പോകും, എങ്കിലും ആ പ്രശ്നത്തിൻ്റെ മധ്യേ അതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 7, 8, 9, 10 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഈ മൺപാത്രത്തിലാണ് ദൈവത്തിൻ്റെ നിധി നിക്ഷേപിച്ചിരിക്കുന്നത്. ഹലോ, ഒന്ന് വായിച്ചേ. മൺപാത്രം എവിടെയാ? ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ പോകുന്നവനാണ്. ഡസ്റ്റ് ദ വാട്ട് ആൻഡ് അണ്ടു ഡസ്റ്റ് ഷാൽ ദൗ റിട്ടേൺ. നമ്മൾ ഓരോരുത്തരും മൺപാത്രങ്ങളാണ്. വായിച്ചത് 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റേതാണ് എന്ന് കാണിക്കേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ അത്രേ ഞങ്ങൾക്കുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഈ ശക്തി, ദൈവത്തിൻ്റെ ശക്തി എന്താണ്? ദൈവത്തിൻ്റെ ശക്തി എന്താ?
വല്ല ഇടിമിന്നലാണോ? എന്താണ്? വചനം. ബിക്കോസ് നമുക്കറിയാമല്ലോ, നമ്മൾ കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ 18-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന സത്യം ഇതാണ്. എന്താണ് പറയുന്നത്? 1 Corinthians 1:18 says, "For the message of the cross is foolishness to those who are perishing, but to us who are being saved, it is a power of God." Are you with me? അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മൺപാത്രമാകുന്ന എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവം നിക്ഷേപിക്കാൻ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇറ്റ് ഈസ് എ പവർ ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമാക്കാരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ദ വേർഡ് ഈസ് പവർ. ഹെബ്രായർക്കുള്ള ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം നമ്മൾ കേട്ടല്ലോ, ഈ അപ്പോൾസ് ഓൾ തിങ്സ് ബൈ ദി വേർഡ് ഓഫ് ഹിസ് പവർ. Word of his power. Are you with me? So the വചനം ശക്തിയാണ്. അപ്പോൾ ആ ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. Are you with me? ആ ശക്തി എന്തിനാണ് തന്നിരിക്കുന്നത്? പൂട്ടിയിടാനാണോ? അല്ല, അത് ഉപയോഗിക്കാനാണ്. He has given us kingdom authority to exercise it. Are you with me? അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് 8-ാമത്തെ വചനം ഒന്ന് വായിക്കോ. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം റോമാക്കാരുടെ ലേഖനം 5-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെ വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ദാറ്റ് യു വിൽ ഗോ ത്രൂ ട്രയൽസ്, ട്രിബുലേഷൻസ് you will persevere. Perseverance will give you character. Character will give you hope, and hope does not disappoint you. അങ്ങനെ ദൈവത്തിൽ നാം അടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് 8-ാമത്തെ വചനം പറയുന്നത് ഹാർഡ് പ്രസ് ബട്ട് നോട്ട് ക്രഷ്ഡ്, perplexed but not in despair. എന്ന് വെച്ചാൽ ഹാർഡ് പ്രസ് നമുക്കെതിരെ വളരെ പല ശക്തികളും നമ്മുടെ എതിരെ വരുന്നുണ്ട്, എങ്കിലും നമ്മൾ അത് നശിച്ചു പോയിട്ടില്ല. അതുപോലെ തന്നെ പെർപ്ലെക്സ്, നമുക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്, പക്ഷേ അത് നമുക്ക് അത് നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. ഒന്ന് വായിച്ചേ 7 and 8. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റേതാണ് എന്ന് കാണിക്കേണ്ടതിന് ഈ നിക്ഷേപം മൺപാത്രങ്ങളിൽ അത്രയും ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടത സഹിക്കുന്നവരാണെങ്കിലും തകർന്നു പോകുന്നില്ല, ഉത്കണ്ഠാകുലരാകുന്ന ആണെങ്കിലും നിരാശപ്പെടുന്നില്ല. പീഡനം മതി. പിന്നെ 9-ാമത്തെ വചനം പറയുന്നുണ്ട് നമ്മൾ പെർസിക്യൂട്ടഡ് ആണ്, പീഡനം ഏൽക്കുന്നവരാണ്, പക്ഷേ നശിച്ചു പോയിട്ടില്ല. ഐ വിത്ത് മീ. അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് നമ്മൾ വി ആർ സ്ട്രക്ക് ഡൗൺ ബട്ട് വി ആർ നോട്ട് ഡിസ്ട്രോയിഡ്. അതും കൂടെ വായിച്ചേ. പീഡനം അനുഭവിക്കുന്നവരാണെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, അടിയേറ്റ് വീഴുന്നവരാണെങ്കിലും നശിച്ചു പോകുന്നില്ല. Persecuted but not forsaken. Forsaken by whom? Forsaken by the Lord Jesus. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷമ മേഖലകളിലൊക്കെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവം പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പിന്നെ 10-ാമത്തെ വചനം പറയുന്നത് carrying in the body the dying of Jesus Christ, that the life of Jesus also may be manifested in our body. എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ മരണത്തെ ഞാൻ ചുമക്കുന്നത് എന്തിനാണ്? എൻ്റെ ശരീരത്തിൽ, അതേ ശരീരത്തിൽ തന്നെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം റോമാക്കാരുടെ ലേഖനം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം പറയുന്നുണ്ട് അവൻ്റെ മരണത്തോട് സാദൃശ്യമായ ഒരു മരണത്തിൽ എനിക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ അവൻ്റെ ഉയർപ്പിന് സാദൃശ്യമായ ഉയർപ്പിലും എനിക്ക് പങ്കാളിത്തമുണ്ടാകും. സഹോദര, ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീ അത് വചനം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ മഹിമ വെളിപ്പെടും. ദിസ് ഈസ് വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്താൽ ജീവിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം മത്തായി 4:4 പറയുന്നതാണ് മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അവന് ജീവിക്കുവാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വന്തമാക്കണം. ആ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. ആ ദൈവം എൻ്റെ ഏത് മേഖലയാണെങ്കിൽ ഇപ്പോൾ വളരെ ഒരു നിരാശയല്ല, ഒരു ദയനീയ അവസ്ഥയിലാണ്, ഒരു എന്താ പറയുക പ്രതികൂല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, എങ്കിലും നമ്മൾ വിശ്വസിച്ച് ആ ദൈവത്തെ ആശ്രയിച്ച് ആ ദൈവത്തെ കൈവിടാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് അവിടെ ഒരു വ്യത്യാസം ഉണ്ടാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 Petrus 5-ാമത്തെ അധ്യായം 10-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിക്കണം. ഐ വിൽ റീഡ് ദി ഇംഗ്ലീഷ്. The God of all grace called us by his eternal, hallelujah, glory. അവൻ്റെ മഹത്വത്തിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. Perfected us, he will establish us, he strengthen us and he will settle you. ഒന്ന് വായിച്ചത്.
എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടത സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ ആമേൻ. അപ്പോൾ യഥാസ്ഥാനത്താക്കി അവൻ്റെ മഹിമയിലാണ് വിളിച്ചിരിക്കുന്നത്. എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ സഹനമുണ്ടെങ്കിൽ പോലും വിളിച്ചിരിക്കുന്നത് അവൻ്റെ മഹിമ വെളിപ്പെടാൻ വേണ്ടിയാണ്. വായിച്ച ബാക്കി. സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനത്താക്കി ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ ആ ദൈവം എന്നെ കൈവിടുകയില്ല. സഹോദര, ഇന്ന് ഏത് മേഖലയൊക്കെ കൂടെ ആയിട്ടോ നിങ്ങൾ പോകുന്നത്, വിഷമാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ച് ആ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ പറ്റും. അപ്പോൾ ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം, അവിടെ ആ അത്തിവൃക്ഷത്തിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ തൊഴുത്തിൽ കാതുകാരിയില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അതുകൊണ്ട് യോബിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ നീ ദൈവത്തെ ശപിച്ചു പോയി മരിക്കാൻ ഉള്ള തീരുമാനമല്ല അവിടെ എടുത്തത്, പക്ഷേ അതിനുപരി എടുത്തത് ദൈവത്തെ ആരാധിക്കാനാണ്. 18-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. യെറ്റ് എന്ന് പറയുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും യെറ്റ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ സന്തോഷിക്കും. ആമേൻ. യഹോവയായ ദൈവം എൻ്റെ ബലമാകുന്നു. മതി. Yet I will rejoice in the Lord, I will joy in the God of my salvation. അപ്പോൾ എനിക്ക് രക്ഷ, പലപ്പോഴും വ്യക്തികൾ വിചാരിക്കുന്നത് സാൽവേഷൻ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നതാണ്. ഹലോ, തീർച്ചയായിട്ടും ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ സാൽവേഷൻ. പക്ഷേ സാൽവേഷൻ ഇസ് ദെയർ ഇൻ യുവർ സ്പിരിറ്റ്, ഇൻ യുവർ സോൾ ആൻഡ് ഇൻ യുവർ ബോഡി. ഐ വിത്ത് മീ? സോ നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ തരാനാണ്. അത് സമൃദ്ധമായ ജീവൻ തരാനാണ്. നിത്യജീവൻ മാത്രമല്ല സഹോദര, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം തരാനാണ് ദൈവം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക സമൃദ്ധി തരാനാണ് ദൈവം വന്നിരിക്കുന്നത്. Are you with me? അപ്പോൾ he is going to save you from every situation, whether it is financial, whether it is health related, whether it is relationship related. ദൈവം നിങ്ങളെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ വന്നതാണ്. നിങ്ങളുടെ ആരോഗ്യ മേഖലയിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് അസ്വസ്ഥതയുള്ളോ ആ മേഖലയിൽ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ടാണ് അവൻ്റെ പേര് രക്ഷകൻ എന്നാണ്. ഹലോ, പല വ്യക്തികൾക്കും യേശുവിൻ്റെ ഒരു പ്രവൃത്തി ഞാൻ പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് മാത്രമാണ്. സ്വർഗത്തിൽ പോകുന്നത് മാത്രമല്ല, കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന സത്യം ഇതാണ്: ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടിയുള്ള രാജകുമാരനും രാജകുമാരിയാണ്. എന്തെങ്കിലും ദാരിദ്ര്യവാസിയായിട്ടുള്ള രാജകുമാരി ഉണ്ടോ? ഇല്ല, അവൻ സമ്പന്നനാണ്. ഹല്ലേലൂയ. ഈയിടെ ഒരാൾ പറയുകയായിരുന്നു, നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ രാജാക്കന്മാരില്ല അല്ലേ, പ്രൈവറ്റ് പേഴ്സൊക്കെ എടുത്തു കളഞ്ഞു. പക്ഷേ ഈയിടെ ആരോ പറയുകയാണ്, ഹൈദരാബാദിൽ ഒരു ചോട്ട രാജാവിൻ്റെ വീട്ടിൽ പോയെന്ന്. ആ വീട് തന്നെ ഒരു മാളിക പോലെയാണ്. അവിടുത്തെ സമ്പന്നത കണ്ടാൽ നമ്മുടെ കണ്ണ് തുറന്നു പോകും. ഐ വിത്ത് മീ? അപ്പോൾ നമുക്കറിയാം അന്നെന്തായിരുന്നു പ്രതാപം. സോ ഇഫ് യു ആർ എ പ്രിൻസ് ആൻഡ് എ പ്രിൻസസ് വിത്ത് ഗോഡ്, യു ആർ സപ്പോസ് ടു ലിവ് ലൈക്ക് എ പ്രിൻസ് ആൻഡ് എ പ്രിൻസസ് ലൈക്ക് ഗോഡ് വിത്ത് ഗോഡ്. അപ്പോൾ ദൈവം നമ്മളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കാനാണ്. നമ്മളുടെ ജോലി മേഖലയിൽ, നമ്മളുടെ കുടുംബ മേഖലയിൽ, നമ്മളുടെ സമാധാനത്തിൻ്റെ മേഖലയിൽ, സന്തോഷത്തിൻ്റെ മേഖലയിൽ, ആരോഗ്യത്തിൻ്റെ മേഖലയിൽ, സമ്പത്തിൻ്റെ മേഖലയിൽ. ഹലോ, അതാണ് അബണ്ടൻറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തു പറയണേ, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് വെറും സൗഖ്യം തരാനാണ്. സൗഖ്യമല്ല. യഹോവ റാഫയ്ക്ക് പല പേരുകളുണ്ട് അല്ലേ? യഹോവയ്ക്ക് പല പേരുകളുണ്ട്. റാഫ എന്ന് പറയുന്നത് ഈസ് ഓൺലി വൺ ആസ്പെക്റ്റ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് എ ഹീലർ അല്ലേ? ഈസ് ഗോട്ട് അനദർ ആസ്പെക്റ്റ്, ഈ ഷമ്മ. അവൻ്റെ എന്നോട് കൂടെ എപ്പോഴും എന്നെ ഒട്ടിപ്പിടിച്ച് നടക്കുന്നവനാണ്. ഈ ഷലോം, സമാധാനത്തിൻ്റെ ദൈവമാണ്. ഹലോ, ഹീസ് ജൈറ, അവൻ എൻ്റെ സപ്ലയറാണ്. എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവം ഈസ് കം ടു സേവ് യു ഇൻ എ ടോട്ടൽ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പാക്കേജ് ടൂർ ഒക്കെ ഇല്ലേ? ഹലോ, പ്ലെയിൻ വന്ന് ഇറങ്ങിയ ഉടനെ വന്ന് കാറ് കൊണ്ട് അവിടെ കൊണ്ട് ഉടനെ അല്ലേ നമ്മളെ തിരിച്ച് പ്ലെയിനെ കയറ്റുന്നവരെ പാക്കേജ് ടൂർ. അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിൽ വന്നു, പ്ലെയിൻ ഇറങ്ങി, ഹലോ, നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച്
പ്ലെയിനെ കയറി പോവുക. അതുവരെ ഇറ്റ്സ് എ പാക്കേജ് ഡീൽ. ഹലോ, ഐ എം ജസ്റ്റ് നിങ്ങളെ അമ്യൂസ് ചെയ്യാൻ പറയുകയല്ല. ഹീ ടേക്സ് കെയർ ഓഫ് എവറി നീഡ് ഓഫ് അവേഴ്സ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, യെറ്റ് ഈ സാഹചര്യം എന്നാ അത്തിവൃക്ഷത്തിൽ കായില്ല, തൊഴുത്തിൽ മുന്തിരിവള്ളിയിൽ മുന്തിരിയില്ല, തൊഴുത്തിൽ കന്നുകാലികളില്ല, ഏതവസ്ഥയാണെങ്കിലും യെറ്റ് ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോഡ്, ഐ വിൽ ജോയ് ഇൻ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. ഇങ്ങനെ പറയുന്ന വ്യക്തിക്കാണ് ക്രൈസ്റ്റ് ഇൻ മീ ഇസ് എ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഐ വിത്ത് മീ? ഇങ്ങനെ മനോഭാവമുള്ള വ്യക്തിക്കാണ് പറയാൻ പറ്റുന്നത്, യേശു ക്രിസ്തു എന്നിലുള്ളതാണ് എൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യാശ.